ഋഷാദ്, ഇവിടെ ഇയാൾ വലിയ സമ്പന്നനാണ്. പക്ഷേ പിന്നെയും ആർത്തിയാണ്. എത്രയാണ് കിട്ടിയൊന്നും പോരാ, 100 പവൻ സ്വർണം വേണം, ഏതാണ്ട് വലിയ കാറ് വേണം, പിന്നെയും വേണം. ആർത്തിയിൽ ഒരു കൊച്ചിനെ കൊല്ലാക്കൊലയാണ്, ഒരു പാവം കുട്ടിയെ കൊല്ലാക്കൊലയാണ് വീടിനകത്തിട്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പണ്ട് കുറച്ചു കാലം മുമ്പൊക്കെ വളരെ സജീവമായ യുവജന പ്രവർത്തകർ, ഡിവൈഎഫ്ഐ ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ പോയി, ആ സ്നേഹതീരത്ത് പോയി അവനെ ആ സ്നേഹം ഒന്ന് ഉപദേശിച്ച് കൊടുക്കണ്ടേ? ഈ പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിൽ കൈപൊക്കിയതിന്, അതിനെ ഇത്തരം ഉപദ്രവിക്കുന്നതിന്, കുരിച്ചു നിർത്തി ഒരു നിസ്സഹായ നിരാലംബയായ പെൺകുട്ടിയെ രാത്രി ഇടിക്കുന്നതിന് സ്നേഹതീരത്ത് പോയി അവനോട് സ്നേഹത്തിലൊന്ന് കാര്യങ്ങൾ പറയണ്ടേ ദിൽഷാദ്? ഉറപ്പായിട്ടും പറയണം, ഉറപ്പായിട്ടും. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആ അമ്മക്ക് ആ പെൺകുട്ടീനെ തിരിച്ചു കൊണ്ടുവരാൻ തോന്നിയത് TV പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. TV-ലൊക്കെ കണ്ട കാര്യങ്ങൾ കണ്ടിട്ടാണ് ആ അമ്മക്ക് അത് തോന്നിയത്. അതുകൊണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ട്. 2, ഇവർ 26 പേര് പോയില്ലേ അന്ന്? എന്താ കക്കൂസ് കാണാനാ? എന്തോ പോയില്ലേ? എന്തോ കാണാൻ പോയില്ലേ? കക്കൂസ് കാണാനാ? എന്ത് ചടങ്ങായിട്ട് പോയില്ലേ? ഈ 26 പേരോട് ആ തള്ളേനെ, ആ പെങ്ങളെയും ഈ നാറീനെ കുടിച്ചിരുത്തി ഇടിക്കണ്ടേ അവിടെ വെച്ച്? ആശ്മിപ്പ് പറഞ്ഞ മാതിരി തന്നെ പറഞ്ഞ മാതിരി രക്ഷാപ്രവർത്തനാക്കണം. ഇപ്പൊ ആ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും നടപടി ഉണ്ടാവും. അതിനകത്ത് 100% ഗ്യാരണ്ടിയാണ്. ആ അമ്മക്ക് അതിനുള്ള നടപടി ഉണ്ടാവും മുഖ്യമന്ത്രിക്ക്. അതിപ്പോൾ ആശ്മി പറഞ്ഞാൽ സിംഗപ്പൂരിൽ നിന്നാണെങ്കിലും മലേഷ്യയിലാണെങ്കിലും CM അത് ചെയ്തിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ ഇപ്പോൾ ഇവൻ 26-ാം തീയതി പോകില്ല എന്ന് നമ്മളെ തീരുമാനിക്കും, പോലീസാണ് തീരുമാനിക്കുന്നത്. എന്താണ് ആ മഹാന്റെ പേര് അറിയോ? പന്തിരങ്കാവില്ല സച്ചോട പേര് കൃത്യമായി എനിക്ക് അറിയില്ല, ചോദിക്കാം അമ്മയോട്. അമ്മ, ആ ഉദ്യോഗസ്ഥന്റെ പേരറിയോ? CIAയുടെയോ മറ്റോ? പേര് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അന്വേഷിക്കാവുന്നുള്ളൂ. പുറത്ത് ആണുങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചാൽ ശരി, നമുക്ക് അന്വേഷിക്കാവുന്നുള്ളൂ. നമ്മൾക്ക് പബ്ലിക്കായിട്ട് പേര് പറയണം. പബ്ലിക്കായിട്ട് ഇപ്പൊ എന്റെ മോളെ ഇതിലേക്ക് നയിച്ചത് CL സുധീർ എന്നാണ് അയാളുടെ പേര്. CL സുധീർ പാർത്തുങ്കൽ SHO ആയിരിക്കണത്. ജനങ്ങൾ അറിയട്ടേന്നേ. അതുപോലെ പന്തിരങ്കാവിലെ മഹാന്റെ പേര് അറിയട്ടെ. ഇല്ല, പേര് പറയാനൊന്നും ഒരുപാടില്ല, നമുക്കതൊക്കെ കണ്ടുപിടിക്കാവുന്നുള്ളൂ. തിരികെ എത്താം. അവന്റെ പേരെന്താ, അയാളുടെ പേരെന്തായാലും ഈ രാത്രി രാഹുൽ P. ഗോപാൽ എന്ന് പറയുന്ന അക്രമിക്ക് വേണ്ടി ഒത്താശ പാടുന്നതിന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിലുണ്ടാവാൻ പാടില്ല. എന്താണ് വേണ്ടത്? അറ്റ്ലീസ്റ്റ് അവർക്ക് നീതി കിട്ടാനെങ്കിലും ഉന്നത ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഫ്ലൈറ്റ് കയറി ജർമ്മനിക്ക് പോകുന്നതിൽ വീണ്ടും തർക്കമില്ല. അമ്മ പറഞ്ഞപ്പോ ശരിക്കും ഞാൻ ശരിക്കും എന്റെ മോളില് തിരിച്ചു പോവാണ്. ഇതുപോലെ തന്നെ നമ്മളെല്ലാം അന്വേഷിച്ച് ഇവൻ പുറത്താണ് പഠിച്ചത്. നാട്ടുകാരുടെ ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞ് ഇതേമാതിരി മോളെ ഊറ്റി പൈസ മേടിച്ച് അതേ ആ അമ്മ പറഞ്ഞ ശരിക്കും എൻ്റെ ഓർമ്മകൾ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവനിപ്പോൾ നമുക്കെതിരെ കേസ് കൊടുക്കുക, ഡിഫോർമേഷൻ കേസ് കൊടുക്കുക, മോനെതിരെ കേസ് കൊടുക്കുക, വൈഫിനെതിരെ കേസ് കൊടുക്കുക. ഇവനിങ്ങനെ കേസ് കൊടുത്ത് കളിക്കുക, പോലീസുകാർ കേസ് എടുക്കുക. അതിലൊന്നും എന്നെ ഒരിക്കലും തളർത്താൻ പറ്റില്ല. അവർക്ക് അത് പോലീസിന് അറിയാൻ ശരിക്കും എന്നെ തളർത്താൻ പറ്റില്ല എന്നുള്ളത്. ഉണ്ടാകാൻ കഴിയുന്ന ഏറ്റവും പരമാവധി നഷ്ടം ഉണ്ടായിട്ട് എന്ത് തളർത്താൻ? ഉണ്ടാവാൻ കഴിയുന്ന ഏറ്റവും പരമാവധി നഷ്ടം എന്താണ്? പുത്രദുഃഖം എന്നുള്ളതാണ്. അത് അനുഭവിച്ച ഒരാൾക്ക് ബാക്കി എന്ത് ബാധിക്കാൻ? തിരികെ ഇടവേളയ്ക്ക് ശേഷം